ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ വഴിമാറി നടക്കാൻ തുടങ്ങിയത് മുതൽ ഗംഭീര സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചത്. സ്ഥിരം കോളേജ് ബോയ് ചെക്കനിൽ നിന്ന് മാറി ഗൗരവ സ്വഭാവവും കോമഡിയും ആക്ഷനും എല്ലാമുള്ള നിരവധി ചിത്രങ്ങളാണ് കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലഭിക്കുന്നത്. ഇപ്പോഴിതാ തന്റെ കരിയറിലെ മൂന്നാമത്തെ 50 കോടി ക്ലബ്ബ് പടവുമായി ബോക്സ് ഓഫീസിൽ കുതിപ്പിലാണ് കുഞ്ചാക്കോ ബോബൻ. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് 50 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വർഷത്തെ മലയാളത്തിലെ മൂന്നാമത്തെ ഹിറ്റുമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പ്രിയാമണിയും ശ്രദ്ധേയമായ വേഷത്തിലെത്തിയ ഈ ചിത്രം വളരെയധികം പ്രശംസയും വാണിജ്യ വിജയവുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് 17 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 30 കോടിയോളം രൂപയാണ് ചിത്രം നേടിയത്. ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 50 കോടി കടന്നിട്ടുമുണ്ട്. 14-ാം ദിവസമായ മാർച്ച് 8-ന് മൂന്നാം ശനിയാഴ്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി ബോക്സ് ഓഫീസിൽ 1.34 കോടി നേടി. മുൻ ദിവസങ്ങളെക്കാൾ 78% വർധനവാണിത്. വെള്ളിയാഴ്ച 75 ലക്ഷമാണ് ചിത്രം നേടിയത്. ചിത്രത്തിന്റെ മൂന്നാം വാരാന്ത്യത്തിൽ ബോക്സ് ഓഫീസിൽ 3 മുതൽ 3.5 കോടി വരെ നേടിയേക്കാം എന്നാണ് വിവരം. ആദ്യ ആഴ്ച 15.4 കോടി രൂപയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിയത്. രണ്ടാം ആഴ്ച 8.25 കോടി രൂപയും നേടി. 12 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് 17 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 13.74 കോടി രൂപ ലാഭം നേടിയിരിക്കുന്നത്. നിക്ഷേപത്തിൽ 114.5% വർധനമാണ് ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. രേഖാചിത്രം, പൊന്മാൻ എന്നീ ചിത്രങ്ങളാണ് ഈ വർഷം സൂപ്പർ ഹിറ്റായ മറ്റു 2 ചിത്രങ്ങൾ. ആസിഫ് അലി നായകനായ രേഖാചിത്രം 6 കോടി ബജറ്റിലാണ് നിർമ്മിച്ചത്. 57 കോടിയിലേറെയാണ് രേഖാചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റും രേഖാചിത്രമാണ്. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിക്ക് തുടർച്ചയായ രണ്ടാമത്തെ സൂപ്പർ ഹിറ്റാണ് രേഖാചിത്രം സമ്മാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഓഫീസ് കിങ് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് പൊന്മാൻ. 3 കോടി ബജറ്റിൽ പൂർത്തിയാക്കിയ ഈ ചിത്രം 10 കോടിയിലേറെ രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം കരസ്ഥമാക്കിയത്.